ഓം ശാന്തി. ഭഗവാന്റെ ഈ മനോഹരമായിരിക്കുന്ന പൂന്തോട്ടത്തിൽ ഈ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിക്കും ഓരോ രചനയ്ക്കും അതിൻ്റെതായ ഒരു ധർമ്മവും കർമ്മവും ഒരു പദവുമുണ്ട്. തൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം അഥവാ തൻ്റെ ജീവിതം കൊണ്ട് ഈ സൃഷ്ടിക്ക് സമ്മാനിക്കേണ്ട കാര്യമെന്തെന്ന് ഒരാൾക്ക് കണ്ടെത്താൻ കഴിയുന്നതിലാണ് അവരുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ വിജയിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ ഓരോ പൂവും വിരിയുന്നത് ഈ പ്രപഞ്ചത്തിനതിൻ്റെ സൗന്ദര്യം കൂട്ടാൻ, സുഗന്ധം നൽകാൻ. ഓരോ പഴവും പഴുക്കുന്നത് അന്നമായി ദാനം ചെയ്തുകൊണ്ട് സഹജീവികളെ സഹായിക്കാൻ വേണ്ടി. ഓരോ മരവും അതിൽ പഴങ്ങളെ ഉണ്ടാക്കുന്നത് തൻ്റെ സേവനത്തിലൂടെ ഈ പ്രപഞ്ചത്തിന് തൻ്റെ ജീവിതത്തെ ഒരു മാതൃകയാക്കാൻ അഥവാ ധന്യമാക്കാൻ. ഈ സൂര്യൻ ഉദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വെളിച്ചം കൊണ്ട് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവികൾക്കും വേണ്ട അന്നവും ആഹാരവും ഉണ്ടാക്കാനുള്ള സൗകര്യമൊരുക്കി കൊടുക്കാൻ, വെളിച്ചം കൊടുക്കാൻ. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ഒന്ന് കണ്ണോടിച്ചു നോക്കിയേ, എല്ലാ ജീവജാലങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ ഉദ്ദേശമുണ്ട്. ഈ സൃഷ്ടിയിൽ മനുഷ്യന്മാരായ നമ്മളും ഈ പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഓരോരുത്തരുടെ ജീവിതത്തിലും ഓരോരോ വ്യത്യസ്തമായിരിക്കുന്ന ഒരു കർമ്മപഥം അഥവാ ഒരു ധർമ്മം കൊണ്ടാണ് നമ്മളെല്ലാവരും ജനിച്ചിരിക്കുന്നത്. ആ ധർമ്മത്തെ എന്തെന്ന് കണ്ടെത്താനും അതിനെ അനുഷ്ഠിക്കാനും അത് പ്രകാരം ജീവിക്കാനും ഒരു മനുഷ്യന് സാധിക്കുമെങ്കിൽ അവരുടെ ജീവിതം ധന്യമായി നമുക്ക് പറയാം. അവരുടെ ജീവിതത്തിൽ സുഖവും ശാന്തിയും അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ലോകത്തെ ഒന്ന് നിങ്ങൾ വിശകലനം ചെയ്ത് നോക്കിയാൽ അറിയാം, ഈ പ്രപഞ്ചത്തിലേക്ക് കണ്ണോടിച്ച ചിലർക്ക് തോന്നിപ്പോയി ഈ പ്രപഞ്ചത്തിൽ ആനന്ദം വളരെ കുറവാണ്, അതുകൊണ്ട് ആനന്ദമുണ്ടാക്കുന്ന രീതിയിൽ മറ്റുള്ളവരെ ആനന്ദിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ സമയം സഫലമാക്കേണ്ടത് തോന്നി. അതുകൊണ്ട് അത്തരത്തിലായിട്ടുള്ള കലാത്മകമായിരിക്കുന്ന രചനാത്മകമായിരിക്കുന്ന പല കർമ്മങ്ങളിലേക്കും അവർ വ്യാപൃതരായി. ചിലർക്ക് തോന്നിപ്പോയി സ്പോർട്സ് മുതലായ ഉത്സാഹവും ഉന്മേഷവും വർദ്ധിപ്പിക്കുന്ന കർമ്മങ്ങളിലാണ് മുഴുകേണ്ടതെന്ന്. അവർ അത്തരത്തിലുള്ളതായിട്ടുള്ള അത്ലറ്റ്സുമായിട്ടുള്ള കാര്യങ്ങൾക്കുമായിട്ട് അവരും മുന്നോട്ട് പോയി. ചില ആളുകൾക്ക് തോന്നിപ്പോയി ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിന് സുഖം കൊടുക്കണം, ആ മേഖലയിലാണ് കുറവെന്ന് അവർ അന്വേഷണ പരമ്പരകളിലൂടെ മുന്നോട്ട് പോയി. ആ രീതികളിൽ പലതും പുതിയത് കണ്ടെത്തുകയും ശാസ്ത്രത്തിൻ്റെ ദാനമായി ഈ സമൂഹത്തിന് സുഖം കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തരും അവനവൻ്റെതായിട്ടുള്ള ഈ സമൂഹത്തിൽ എൻ്റെ സ്ഥാനം എവിടെ എന്ന് കണ്ടെത്താനും അതിലൂടെ തൻ്റെ കർമ്മത്തെ ധർമ്മത്തിൻ്റെ പാതയിൽ അനുഷ്ഠിക്കാനും ആ ധർമ്മപദത്തിലൂടെ മുന്നേറാനും നോക്കുമ്പോഴാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ജീവിതം അർത്ഥവത്താകുന്നത് അഥവാ സാർത്ഥകമാകുന്നത്. അത്തരത്തിൽ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കേണ്ടത് ഓരോരുത്തരുടെയും അത്യാവശ്യമാണ്. ആ ഒരു കണ്ടെത്തൽ എത്ര വൈകുന്നുണ്ടോ അത്രയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിരസത അനുഭവപ്പെടാൻ തുടങ്ങും. ആ ഒരു കണ്ടെത്തൽ എത്ര വേഗത്തിൽ നടക്കുന്നുണ്ടോ അത്രയും കൂടുതൽ നിങ്ങളതിൽ പ്രാഗൽഭ്യവും പ്രാവീണ്യവും നേടുകയും ജീവിതത്തിൻ്റെ കർമ്മപഥത്തിൻ്റെ സുഖം എന്തെന്ന് അനുഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാ മനുഷ്യന്മാരും ദിവസവും അഥവാ നമ്മൾ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എൻ്റെ ഈ ജീവിതം കൊണ്ട് ഈ സമൂഹത്തിന് ഞാൻ എന്ത് നേട്ടമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു? ഉപയോഗിച്ചു പോയ ജീവിച്ചു പോയ ഈ ഭൂമിയിൽ നടന്നു പോയതായിട്ടുള്ള കാലടികളിലൂടെ മറ്റുള്ളവർക്ക് നടന്നു വരാൻ വേണ്ടി ഒരു സുഖകരമായിരിക്കുന്ന ഒരു പാത ഒരുക്കി കൊടുക്കാൻ വിധം എൻ്റെ കാല് മുന്നോട്ട് വയ്ക്കാൻ എൻ്റെ ഫീൽഡ് എന്താണ്, എൻ്റെ പഥം എന്താണ് എന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാ ജീവികൾക്കും ഉണ്ട്. അത് എല്ലാ മനുഷ്യന്മാരുടെയും ഒന്ന് സ്വാതന്ത്ര്യമാണ്, മറ്റൊന്നൊരു കർത്തവ്യവുമാണ്. അതിനുവേണ്ടി കണ്ടെത്താൻ അഥവാ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് അവനവനെ പരിശോധിച്ച് നോക്കിയാൽ മതി. നമ്മുടേതായിട്ടുള്ള താല്പര്യങ്ങൾ ഏതൊക്കെ മേഖലകളിലാണ് നമുക്ക് വളർന്നു വരുന്നത്. ഇതിനെയാണ് നമ്മുടെ ടാലൻറ്റ് എന്നൊക്കെ ആളുകൾ പറയുന്നത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രാവീണ്യം അഥവാ പ്രാഗൽഭ്യം എന്തിലാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഇൻട്രസ്റ്റ്, എൻ്റെ താല്പര്യം ഏത് മേഖലയിലാണോ, എല്ലാവർക്കും പാട്ട് കേട്ട് ആസ്വദിക്കുന്ന കുറേ ആളുകളുണ്ട്, പാട്ട് പാടാൻ കഴിവുള്ളവരുണ്ട്, ചിലർക്ക് വരയ്ക്കാൻ കഴിവുള്ളവരുണ്ട്, ചിലർക്ക് ആ വരയനെ ആസ്വദിക്കാൻ കഴിവുള്ളവരുണ്ട്. ഓരോ കാര്യത്തിലും എനിക്ക് ഏതിലാണ് എൻ്റെ താല്പര്യം എന്ന് കണ്ടെത്തുകയും ആ കണ്ടെത്തിയ താല്പര്യങ്ങളെ ഒരാൾക്ക് ഒരേ ഒരു താല്പര്യം മാത്രമല്ലല്ലോ ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമുക്ക് താല്പര്യമുള്ള മേഖലകൾ എന്താണ് എന്നെല്ലാം തന്നെ സ്വന്തം ജീവിതത്തിൻ്റെ സ്വന്തം ഇഷ്ടത്തിൻ്റെ സ്വന്തം അനിഷ്ടത്തെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എൻ്റെ താല്പര്യം എവിടെയൊക്കെയാണ്. ചിലർക്ക് സാധാരണ ലൈറ്റ് മ്യൂസിക്കൊക്കെ കേൾക്കാൻ ഇഷ്ടമായിരിക്കും, ക്ലാസിക്കൽ മ്യൂസിക് കേൾക്കുന്നതേ ദേഷ്യമായിരിക്കും. ചിലർക്ക് ആ ക്ലാസിക്കൽ മ്യൂസിക് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം അത് പരമാനന്ദമായിരിക്കും.
അപ്പം നിങ്ങളുടെ തലം എന്താണോ? ചിലർക്ക് ഫോട്ടോഗ്രാഫി ഇഷ്ടമായിരിക്കും, ചിലർക്ക് അതൊരു ബോറിംഗ് ആയിരിക്കുന്ന വർക്കായിരിക്കും. ഈ ലോകത്ത് ഒരു മനുഷ്യന് തൻ്റെ ജീവിതം കൊണ്ട് സുഖിക്കാനായിട്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ, തൻ്റെ ജോലിയുമായി പൊരുത്തപ്പെട്ടു പോകാൻ എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ, ഞാൻ എൻ്റെ ജോലി ചെയ്യുമ്പോൾ അഥവാ എൻ്റെ കർമ്മപഥത്തിലൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിന് സുഖവും സംതൃപ്തിയും അനുഭവപ്പെടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കോളൂ, നമ്മൾ നമ്മുടെ സ്വതസിദ്ധമായി ഏത് ധർമ്മത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടു വന്നോ അതിൽ നിന്ന് വ്യതിചലിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ട്രെയിനിൻ്റെ പാളം അത് കൃത്യമായ ചക്രങ്ങൾ പാളത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ട്രെയിനിൻ്റെ യാത്ര വളരെ സുഗമമാണ്. അതേസമയം അത് പാളം തെറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ യാത്ര അവിടെ നിന്ന് പോവുകയാണ്. ഒരു പാളത്തിൽ നിന്ന് മറ്റൊരു പാളത്തിലേക്ക് മാറേണ്ടി വരുമ്പോൾ അതിലുണ്ടാകുന്നതായിട്ടുള്ള ഇടക്കുകളിൽ ചാടുമ്പോൾ ട്രെയിനും ടക്കടക്കാന്ന് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ചാടുന്നത് കാണാം. പക്ഷേ പാളത്തിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ വളരെ സ്മൂത്തായിട്ട് മൂവ് ചെയ്യുന്നത് കാണാം. അപ്പം നമ്മളും നമ്മുടെ ഈ പാതയിൽ ചിലരുടെ കർമ്മപഥം നിന്നു പോകുന്നുവെങ്കിൽ, ചിലരുടെ പാതയിൽ ഇടയ്ക്കിടയ്ക്ക് ചാട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ നമുക്ക് മനസ്സിലാക്കുക, ഇത് എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട, എനിക്ക് നിയോഗിക്കപ്പെട്ട മാർഗത്തിലൂടെ അല്ല ഞാൻ പോകുന്നത്, അഥവാ എൻ്റെ വ്യക്തിത്വത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു ഉദ്ദേശം അഥവാ ഒരു ലൈഫ് സ്റ്റൈൽ അല്ല ഞാൻ സ്വന്തമാക്കിയത് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ആദ്യം എല്ലാ മനുഷ്യന്മാരും അവശ്യമായി ചെയ്തിരിക്കേണ്ട ഒരു കർത്തവ്യമാണ് എൻ്റെ താല്പര്യം എന്തിലൊക്കെയാണ്. എനിക്ക് പാട്ട് കേൾക്കാനാണോ താല്പര്യം? പാട്ട് പാടാനാണോ താല്പര്യം? കണക്കെഴുത്താണോ താല്പര്യം? അഥവാ എനിക്ക് കണക്കിനോട് അക്കങ്ങളോട് ഭയങ്കര വെറുപ്പാണ്, അതേസമയം ക്രിയാത്മകമായിരിക്കുന്ന രചനകളോട് ഒരുപാട് താല്പര്യമാണെങ്കിൽ അതിലാണോ? എനിക്ക് ബിസിനസ്സിലാണോ താല്പര്യം, അതോ എനിക്ക് വാദിക്കുന്നതിലാണോ താല്പര്യം? മറ്റുള്ളവർക്ക് സേവനം നൽകുന്നതിലാണോ താല്പര്യം, അതോ സേവനങ്ങളുടെയൊക്കെ കണക്ക് കൃത്യമായി സൂക്ഷിക്കുന്നതിലാണോ താല്പര്യം? എന്താണ്? ഓരോരുത്തർക്കും തീർച്ചയായും ജന്മനാൽ തന്നെ അവരുടെ ഉള്ളിൽ ഒരു കല, ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഫീലിംഗ്, ഒരു ഗുണം ഭഗവാന്റെ വരദാനമായിട്ടുണ്ട്. ആ ഗുണത്തിനെ, ആ കലയെ സ്വന്തമാക്കിക്കൊണ്ട് അതെന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എനിക്കൊരു 4-5 കാര്യങ്ങൾ ഒരുപോലെ ഇൻട്രസ്റ്റ് തോന്നുന്നെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിലെനിക്ക് ഏറ്റവും അധികം, എനിക്ക് ഏത് കാര്യം ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും സുഖം അനുഭവിക്കുന്നുണ്ടോ അതാണ് എൻ്റെ കല, അല്ലെങ്കിൽ അതാണ് എൻ്റെ ടാലൻറ്റ്, അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കുക. ആ ഒരു പാത്തിലൂടെ അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി അതിന് വേണ്ടതായിട്ടുള്ള ആ പാതയിൽ കർമ്മം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കൊരിക്കലും വർക്കൊരു വാർഷിപ്പാണെന്ന് തോന്നില്ല, വർക്കൊരു വർഷിപ്പായിട്ട് ഫീൽ ചെയ്യും. മീൻസ് കർമ്മം ഒരു ആരാധനയായിട്ട് അനുഭവപ്പെടാൻ തുടങ്ങും. ആ കർമ്മം നമുക്ക് സുഖം തരാൻ തുടങ്ങും, സംതൃപ്തി വരാൻ തുടങ്ങും. ആ കർമ്മത്തിൽ എത്ര കൂടുതൽ സമയം പ്രവർത്തിക്കേണ്ടി വരുന്നു അത്രയും കൂടുതൽ ജീവിതം സാർത്ഥകമായതായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ പദം കണ്ടെത്തേണ്ടത് ഓരോരുത്തരും അത്യാവശ്യമായിട്ട് ചെയ്തിരിക്കേണ്ട കർമ്മമാണ്. അഥവാ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, പലതവണ ചോദിക്കൂ. ഇനി എന്നിട്ടും നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ, ഞാൻ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് അത്ര മാത്രം പ്രാവീണ്യം അനുഭവപ്പെടുന്നില്ല, പക്ഷേ എക്സ്പെർട്ടായ മറ്റൊരാൾ അതേപോലെ കർമ്മം ചെയ്യുന്നത് കാണുമ്പോൾ ആ കർമ്മത്തിൻ്റെ സുഖം എനിക്കതുപോലെ ചെയ്യണം എന്ന വാഞ്ച നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഉണർന്നു വരുന്നുണ്ടെങ്കിലും അതും നിങ്ങളുടെ ഒരു ജന്മവാസനയായിട്ട് മനസ്സിലാക്കണം. ആ ജന്മവാസന എന്താണോ, ജന്മം കൊണ്ട് നിങ്ങൾക്ക് നിയുക്തമാക്കപ്പെട്ട കർമ്മം എന്താണോ, ആ കർമ്മമാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സുഖം തരുന്ന കർമ്മപഥമായിട്ട് മാറുന്നത്. അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് എല്ലാവരും പിന്തുടർന്ന പാത പിന്തുടരുമ്പോൾ, എൻ്റെ വീട്ടിലുള്ളവരൊക്കെ തന്നെ ബിസിനസ്സിലാണ് അതുകൊണ്ട് ഞാൻ ബിസിനസ്സിലാവുമ്പോൾ, എൻ്റെ അച്ഛൻ ഡോക്ടറായതുകൊണ്ട് ഞാൻ ഡോക്ടറാവുമ്പോൾ, എൻ്റെ ഏട്ടൻ വക്കീലായതുകൊണ്ട് ഞാൻ വക്കീലാവുമ്പോൾ, എനിക്ക് മറ്റൊരാൾ കൊണ്ട് ഞാൻ, അവർ പറഞ്ഞു ഞാനായി, ഈ രീതിയിൽ സ്വന്തം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്കാണ് തൻ്റെ മേഖലകളിൽ അവരുടെ പ്രാഗൽഭ്യം തെളിയിക്കാൻ പറ്റാതിരിക്കുന്നതും. മനസ്സിൻ്റെ ഇച്ഛയും കർമ്മപഥവും തമ്മിൽ 2 വഴിക്കാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലെ സങ്കല്പങ്ങളും മനോചിത്രങ്ങളും അവരുടെ കർമ്മവും തമ്മിലുണ്ടാക്കുന്ന മിസ്മാച്ചിങ് എല്ലാ സമയത്തും ഒരു സ്ട്രെസ്, മാനസിക സമ്മർദ്ദം ഡെവലപ്പ് ചെയ്യുകയും അതുകൊണ്ട് തന്നെ കർമ്മത്തിൽ ഒരിക്കലും ഒരു കർമ്മകുശലത അവിടെ അഥവാ എഫിഷ്യൻസി അവർക്ക് കൊണ്ടുവരാൻ സാധിക്കാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ സ്വയം പരിശോധിച്ചു നോക്കൂ, നമ്മുടെ കർമ്മപഥത്തിൽ കർമ്മം ചെയ്യും തോറും എനിക്ക് ആനന്ദിക്കാൻ സാധിക്കുന്നുണ്ടോ? ആ സാധിക്കുന്നില്ല എങ്കിൽ എനിക്ക് ആനന്ദിക്കുന്ന കർമ്മം എന്താണ്, അത് നമ്മൾ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. ഒരു പക്ഷേ ഒരുപാട് ദൂരം യാത്ര ചെയ്തു പോയി എങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്തതായിട്ടുള്ള കർമ്മത്തിൻ്റെ നന്മകളെ പഠിച്ചുകൊണ്ട് അതിൽ നിങ്ങളുടെ താല്പര്യം ഉണ്ടാക്കുകയെങ്കിലും വേണം. അല്ലെങ്കിൽ ഒരിക്കലും ഒരു മാനസിക സമ്മർദ്ദം കൊണ്ട്, സ്ട്രെസ്സ് കൊണ്ട് മനം മുഷിഞ്ഞ അവസ്ഥയിൽ ഹാപ്പിനെസ് അനുഭവിക്കാതെ, ബാഹ്യമായി നോക്കുമ്പോൾ എല്ലാ സക്സസ്സും ഉണ്ട്, ആന്തരികമായി നോക്കിയാൽ സുഖം അനുഭവിക്കാത്തൊരവസ്ഥ അനുഭവപ്പെടും. അതുകൊണ്ട്
മുന്നോട്ട് പോയി ഇനി മാറാൻ പറ്റില്ല എന്നുള്ളവർ തൻ്റെ കർമ്മപഥത്തെ സ്നേഹിക്കാൻ വേണ്ട ക്വാളിറ്റി കണ്ടെത്തി അതിനെ സ്നേഹിച്ച് ഡെവലപ്പ് ചെയ്യാൻ നോക്കണം. അല്ലാത്തവർ തൻ്റെ കർമ്മപഥത്തെ കണ്ടെത്തിക്കൊണ്ട് ആ പാത്തിലൂടെ മുന്നേറുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ ഉദ്ദേശം അഥവാ ജീവിതത്തിൻ്റെ സംതൃപ്തി, സുഖം നമുക്ക് അനുഭവപ്പെടാനായിട്ട് സാധിക്കും. നിങ്ങളുടെ കർമ്മപഥത്തെ കണ്ടെത്താനും നിങ്ങളുടെ ടാലൻ്റ് എന്തെന്ന് കണ്ടെത്തിക്കൊണ്ട് അതിനെ ജീവിതത്തിൻ്റെ പാഷനെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രൊഫഷനാക്കാൻ, ഹാപ്പിനെസ്സിനെ എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.